ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ നാദാൻ ദോസ്ത് എന്ന അധ്യായത്തിലെ വ്യാഖ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. नादान दोस्त. केशव के घर कार्निस के ऊपर एक चिड़िया ने अंडे दिए थे. केशव और उनकी बहन श्यामा दोनों बड़े ध्यान से चिड़िया को वहाँ आते जाते देखा करते थे. सवेरे दोनों आंखें मलते कार्निस के सामने पहुंच जाते और चिड़िया दोनों को वहाँ बैठा पाते. കേശവിൻ്റെ വീട്ടിൽ, അതായത് കാർണിസ് എന്ന് പറഞ്ഞാൽ ദീവാർ കെ ഊപ്പർ ആകെ ബടാ ഹുവ എക് ഭാഗ്, അതായത് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്ലാബ് പോലെ മുകളിൽ ചെയ്യാറുണ്ട്. അവിടെ ഒരു ചിടിയ ഘോസ്ല, ഒരു ചിടിയാനെ അണ്ടേ ദിയത്തെ, പക്ഷിക്കൂട്ടിൽ അണ്ട, അതായത് മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ केशव और उसकी बहन श्यामा दोनों बड़े ध्यान से चिड़िया को वहाँ आते जाते देखा करते. രണ്ടുപേരും പക്ഷികൾ വരുന്നതും പോകുന്നതും എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. കേശവും പിന്നെ കേശവൻ്റെ അനുജത്തി ശ്യാമ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ തന്നെ രണ്ടുപേരും കണ്ണുകൾ നല്ലോണം മൽത്തേ ഹുവേ, കണ്ണൊക്കെ ഇങ്ങനെ നല്ലോണം തുടച്ച് कार्निस के सामने पहुंच जाते और चिड़िया दोनों को वहाँ बैठा पाते. അങ്ങനെ രണ്ട് പക്ഷികൾ, അതായത് ആൺപക്ഷിയും പെൺപക്ഷിയും വരുന്നതും പോകുന്നതും അവിടെ പിന്നെ ഇരിക്കുന്നതും എല്ലാം ഇങ്ങനെ നോക്കാനായിട്ട് അവർ രാവിലെ തന്നെ അവിടെ പോകുമായിരുന്നു. उनको देखने में दोनों बच्चों को न मालूम क्या मज़ा मिलता. दूध और जिलेबी की सूद भी न रहती थी. രണ്ടുപേർക്കും അവിടെ എന്ത് രസമായിരുന്നു, അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ ഇത്ര സന്തോഷം എന്നറിയില്ല. അവർ ദൂത് ഓർ ജിലേബിക്ക് സൂദ് ബി ന രഹത്തി, അതായത് പാലും പിന്നെ മറ്റേ ജിലേബിയും അത് കഴിക്കാനുള്ള ആഗ്രഹം പോലും അവർക്കില്ലായിരുന്നു. അതിനെപ്പറ്റി അവരുടെ മനസ്സിൽ ചിന്ത പോലും വരാറില്ല. അത്രയ്ക്ക് അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. अंडे कितने बड़े होंगे, किस रंग के होंगे, അങ്ങനെ तरह के सवाल उठते. दोनों के दिल में तरह के सवाल उठते. अदायद अंडे कितने बड़े होंगे, किस रंग के होंगे, कितने होंगे, क्या खाते होंगे, उनमें से बच्चे किस तरह निकल आएंगे, बच्चों के पर कैसे निकलेंगे, घोंसला कैसा है. लेकिन इन बातों का जवाब देने वाला कोई नहीं. न अम्मा को घर के काम धंधों से फुर्सत थी, न बाबूजी को पढ़ने लिखने से. അതായത് കുട്ടികളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി, അതായത് എപ്പോഴായിരിക്കും മുട്ട വിരിയുക, പിന്നെ എപ്പോഴായിരിക്കും പക്ഷിക്കുഞ്ഞുങ്ങൾ, അണ്ടേ കിത്നെ ബഡേ ഹോങ്കെ, എത്ര വലുതായിരിക്കും ആ മുട്ട, പിന്നെ എങ്ങനത്തെ കളറായിരിക്കും അതിന്, പിന്നെ എത്ര എണ്ണം ഉണ്ടാവും അതിൽ, പിന്നെ എന്തൊക്കെ കഴിക്കും അത് പക്ഷിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നാൽ, അല്ലേ. ഉന്മേസെ ബച്ചേ കിസ് തര നിക്കലായെങ്കിൽ, എങ്ങനെ കുട്ടികൾ പുറത്തു വരും, ബച്ചോക്കെ പർ കാസെ നിക്കലെങ്കിൽ, ഇങ്ങനെ ചിറകുകൾ എങ്ങനെ വിരിഞ്ഞു വരും, അതിന് എങ്ങനെ പുറത്തു വരും, പിന്നെ ഘോസ്ല കേസാ, എങ്ങനെയായിരിക്കും അതിൻ്റെ നെസ്റ്റ് ഘോസ്ല. ലേക്കിൻ ഇൻ ബാത്തോം കാ ജവാബ് ദേനെ വാല കോയിനെ, അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനോ അതിൻ്റെ ആൻസർ കൊടുക്കാനോ വീട്ടിൽ ആർക്കും സമയമില്ലായിരുന്നു. അതായത് എല്ലാവരും ബിസി ആയിരുന്നു. ന അമ്മാക്കോ ഘർ കെ കാം ധന്ദോ സെ ഫുർസത് ഥി, ന ബാബുജിക്കോ പഠനെ ലിഖ്നെ സെ, അമ്മയ്ക്കാണെങ്കിൽ വീട്ടിലെ പണികൾ ചെയ്യാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുർസത് ഥി, ജോലിയിൽ അത്രയ്ക്ക് മുഴുകിയിരിക്കുകയായിരുന്നു അമ്മ. അച്ഛനാണെങ്കിലോ എഴുതാനും വായിക്കാനും ഒക്കെ ആയിരുന്നു അച്ഛൻ ബിസി ആയിരുന്നത്. दोनों बच्चे आपसी सवाल जवाब करके अपने दिल को तसल्ली दे दिया करते थे. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അപ്പുറത്തും തന്നെ അവർ തന്നെ സമാധാനിക്കുമായിരുന്നു. തസല്ലി, അതായത് ദിലാസ, തസല്ലി എന്ന് പറഞ്ഞാൽ ദിലാസ, സമാധാനിപ്പിക്കുമായിരുന്നു. ശ്യാമ कहती क्यों भैया, അവരുടെ സംഭാഷണമാണ് ഇനി പറയുന്നത്. ശ്യാമ कहती क्यों भैया, बच्चे निकल कर फुर से उड़ जाएंगे, കുട്ടികൾ പുറത്ത് വന്നപ്പോൾ അവർ പറന്നു പോവോ. കേശവ് വിദ്വാനവും ജैसे गर्व से कहता, ഭയങ്കര അറിവുള്ള ആളിനെ പോലെ കേശവ് ഇങ്ങനെ പറയും. गर्व से, അഭിമാനത്തോടെ പറയും. നഹീരി പഗലി പഹലെ पर निकलेंगे, बगैर परों के बेचारे कैसे उड़ेंगे, ആദ്യം അവർക്ക് ചിറകുകൾ വളരും, പിന്നെയല്ലേ അവർ പറക്കത്തുള്ളൂ എന്ന് കേശവ് ചോദിക്കും. ശ്യാമ, बच्चों को क्या खिलाएगी बेचारी, बच्चों को क्या खिलाएगी, इस पेचीदा सवाल का जवाब कुछ न दे सकता था. അങ്ങനെ കേശവിന് കുട്ടികൾക്ക് എന്ത് കഴിപ്പിക്കും എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ കേശവിന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവന് ആൻസർ പറയാൻ പറ്റാത്ത രീതിയിലായി. അതായത് പേച്ചിദ സവാൽ,
അതായത് മുഷ്കിൽ സവാൽ അല്ലേ, മുഷ്കിൽ സവാൽ का जवाब पेचीदा सवाल, मुश्किल सवाल का जवाब कुछ न दे सकता था। इस तरह 3-4 दिन गुजर गए। दोनों बच्चों की जिज्ञासा दिन दिन बढ़ती जा रही थी. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞു. രണ്ടുപേരുടെയും അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു. अंडों को देखने के लिए, जिज्ञासा എന്ന് പറഞ്ഞാൽ जानने की इच्छा, अंडों को देखने के लिए वे अधीर हो उठते थे. उन्होंने अनुमान लगाया कि अब ज़रूर बच्चे निकल आए होंगे. बच्चों के चारे का सवाल अब उनके सामने आ खड़ा हुआ. അതായത് അണ്ടോ को देखने के लिए अधीर, अधीर എന്ന് പറഞ്ഞാൽ അറിയാനുള്ള വെപ്രാളം അല്ലേ, ജിസ്മേ ധൈര്യ നോ ഹോ, സമാധാനം ഇല്ല അവർക്ക്, എങ്ങനെയെങ്കിലും അറിയണം, അധീർ ഹോ ഉട്ന. ഉനോനെ അനുമാൻ ലഗായ കി അബ് ജറൂർ ബച്ചെ നിക്കൽ, ഇപ്പോൾ കുട്ടികൾ എന്തായാലും വന്ന് കാണുമെന്ന് ഇങ്ങനെ അവർ അനുമാനിച്ചു. ബച്ചോ കെ ചാരേ കാ സവാൽ അബ് ഉൻകെ സാമനെ ആ ഖടാ ഹുവ. ചാരേ കാ സവാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ, ഇനി എന്തായിരിക്കും അവർ കഴിക്കുക, കുട്ടികൾ പുറത്തു വന്നാൽ എന്തു കഴിക്കുന്നൊരു, ഇനി അവർക്ക് അതിൻ്റെ ടെൻഷൻ തുടങ്ങി. चिड़िया बेचारी इतना दाना कहाँ पाएगी कि सारे बच्चों का पेट भरे. गरीब बच्चे भूख के मारे चूं चूं करके मर जाएंगे. അവരുടെ ചിന്തയായിരുന്നു പക്ഷി എവിടെ നിന്ന് കൊണ്ടുവരും അല്ലേ, ഗ്രെയിൻസ്, അരി എവിടെ നിന്ന് കൊണ്ടുവരും അവർ, ഇത്രയും കുട്ടികൾക്ക് എവിടെ നിന്ന് കൊണ്ടുവരും, എങ്ങനെ അവരുടെ വയറ് നിറക്കും, പാവം കുട്ടികൾ ചൂന്ന് ചെയ്ത് ചത്തുപോകത്തില്ലേ, അതായിരുന്നു അവരുടെ ഇപ്പോഴത്തെ ചിന്ത. इस मुसीबत का अंदाज़ा करके दोनों घबरा उठे. दोनों ने फैसला किया कि कार्निस पर थोड़ा सा दाना रख दिया जाए. श्यामा खुश होकर बोली, तब तो चिड़ियों को चारे के लिए कहीं उड़कर न जाना पड़ेगा ना. അപ്പോൾ ഈ കഷ്ടം, അതായത് ഈ പ്രശ്നം ഓർ മനസ്സിൽ വെച്ചിട്ട് അവരെന്താ തീരുമാനിച്ച, അന്താസ, അനുമാൻ ലഗായ, അതായത് അന്താസ ലഗാക്കർ ഉन्होंने क्या फैसला किया करके दोनों घबरा उठे. उस मुसीबत का अंदाज़ा करके दोनों घबरा उठे. അതായത് രണ്ടുപേർക്കും ടെൻഷനായി ഇത് ആലോചിച്ചിട്ട്, അയ്യോ ശരിയാണല്ലോ, അവരെന്ത് ചെയ്യും എന്ന ചിന്തയായി അവർക്ക്. दोनों ने फैसला किया कि कार्निस पर थोड़ा सा दाना रख दिया जाए. അങ്ങനെ അവർ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്, കുറച്ച് ദാന, അതായത് ഗ്രെയിൻസ് കുറച്ച് വെക്കാം അല്ലേ. ശ്യാമ ആ സമയത്ത് എന്താ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പക്ഷികൾക്ക് പറന്ന് ദൂരെ എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് വരത്തില്ലല്ലോ എന്ന് സന്തോഷിച്ചു. കേശവ് നഹി തബ് ക്യൂ ജായെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെന്താ പോകേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല, തീർച്ചയാണ് എന്ന് കേശവും പറഞ്ഞു. ശ്യാമ ക്യൂ ഭയ്യ ബച്ചുക്ക് ധൂപ് ന ലഗ്തി ഹോഗി. അപ്പോഴാണ് ശ്യാമ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ തണലോ, അവിടെ നല്ല വെയിലാണല്ലോ അവരുടെ അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കേശവിൻ്റെ മനസ്സിൽ ഈ കാര്യം വന്നത്, അതായത് ശരിയാണല്ലോ അവിടെ നല്ല വെയിലാണ്. അതായത് കേശവ് കാ ധ്യാൻ ഇസ് തക്ലീഫ് की तरफ न गया था. बोला ज़रूर तकलीफ हो रही होगी, बेचारे प्यास के मारे तड़पते होंगे, ऊपर छाया भी तो कोई नहीं. കേശവിൻ്റെ മനസ്സിൽ ആ സമയത്താണ് ഈ കാര്യം വന്നത്. അതായത് അവർക്കിപ്പോൾ അവിടെ കഷ്ടമായിരിക്കും, കാരണം തക്ലീഫ്, എന്തിൻ്റെ തക്ലീഫാണ്, എന്തിൻ്റെ കഷ്ടമാണ്, അവിടെ വെയിൽ നല്ല കൊള്ളുന്നുണ്ടാവും. അപ്പോൾ ഊപ്പർ ഛായാബിത്വ നഹി, തണലില്ലല്ലോ അവിടെ, പിന്നെ അതുമാത്രമല്ല അവർക്ക് നല്ല ദാഹിക്കുന്നുമുണ്ടാവും, വെള്ളമില്ലല്ലോ. പിന്നെ ആഖിർ യഹി ഫൈസല ഹുआ कि घोंसले के ऊपर कपड़े की छत बना देनी चाहिए. पानी की प्याली और थोड़े से चावल रख देने का प्रस्ताव भी स्वीकृत हो गया. അപ്പോൾ അവർ എന്താ തീരുമാനിച്ചത്, ആഖിർ ലാസ്റ്റ് എന്താ ഫൈസല, അതായത് തീരുമാനം എന്താ എടുത്തത്, ഘോസ്ലേക്ക് ഊപ്പർ, അതായത് നെസ്റ്റിൻ്റെ മുകളിൽ ഒരു ഇത് ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര പോലെ ഇങ്ങനെ ചെയ്യാമെന്ന്, തുണി കൊണ്ട്. അപ്പോൾ പാനിക്ക് പ്യാലി और थोड़े से चावल रख देने का प्रस्ताव स्वीकृत हो गया. അതായത് പ്രസ്താവം എന്ന് പറഞ്ഞാൽ സുझाव അല്ലേ, ഒരു സജഷൻ. രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്, തുണി കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കാനും പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ, 2 കുഞ്ഞു പാത്രത്തിൽ ഒന്നിൽ അരിയും പിന്നെ കുറച്ച് വെള്ളവും വയ്ക്കാനും തീരുമാനിച്ചു. दोनों बच्चे बड़े चाव से काम करने लगे. शाह मामा की आंख बुझाकर मटके के चावल निकाल आई. केशव ने पत्थर की प्याली का तेल चुपके से ज़मीन पर गिरा दिया और उसे खूब साफ करके उसमें पानी भरा. അങ്ങനെ രണ്ടുപേരും നല്ല ഇൻട്രസ്റ്റ് എടുത്തത്, ചാവ് എന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റോടെ അവരുടെ ജോലിയിൽ മുഴുകി. അതായത് മിണ്ടാതെ ശ്യാമ എന്താ ചെയ്തത്, ആങ്ക് ബച്ചാക്കർ, അതായത് ഒളിച്ച്, നസറോസെ ബച്ച്കർ, അമ്മയിൽ നിന്ന് ഒളിച്ച് എന്താ കൊണ്ടുവന്നത്, മട്കേസെ ചാവൽ, ആ ഒരു മൺപാത്രം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ എടുത്തുകൊണ്ട് വന്നത്, അരി, കുറച്ച് അരി ഒരു പ്യാലിയിൽ, കുറച്ച് കിണ്ണത്തിൽ അരി കൊണ്ടുവന്നു. പിന്നെ കേശവന് പത്ഥർക്കി പ്യാലിക്കാ തേൽ, അതായത് പത്ഥർ, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കിണ്ണം ഉണ്ടായിരുന്നു, ആ കിണ്ണത്തിൽ എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ പതുക്കെ മിണ്ടാതെ താഴെ ഇട്ടിട്ട്
അത് ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ചുകൊണ്ട് വന്നു. अब चांदनी के लिए कपड़ा कहाँ से आए, फिर ऊपर बगैर छड़ियों के कपड़ा ठहरेगा कैसे और छड़ियाँ खड़ी होंगी कैसे. അതായിരുന്നു ഇനിയിപ്പോഴത്തെ പ്രശ്നം. ചാന്ദിനി के लिए कपड़ा कहाँ से आए, ചാന്ദിനി के लिए ആ മറ്റേ മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി തുണി എവിടെ നിന്ന് കൊണ്ടുവരും അല്ലേ. അപ്പോൾ അതിന് തുണി വെക്കണമെങ്കിൽ തന്നെ അതിന് വടികളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. ആ വടികൾ എവിടെ കുത്തിവെക്കും, അതൊക്കെയായിരുന്നു അവരുടെ ഇനിയുള്ള പ്രശ്നം. കേശവ് ബഡി ദേർ തക്ക് ഇസി ഉധേഡ് ബുൻ മേ റഹ. ഉധേഡ് ബുൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന ആലോചന അല്ലേ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത്, അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഉധേഡ്പൻ, കൺഫ്യൂഷനായിരുന്നു അല്ലേ ആ സമയത്ത്. എന്താ ചെയ്യേണ്ടത്, എന്താ എന്നാൽ അങ്ങനെ സോച്ച് വിചാർ എന്ന് പറയും. ഉധേഡ്പൻ എന്ന് പറഞ്ഞാൽ സോച്ച് വിചാർ. आखिरकार उसने यह मुश्किल भी हल कर दी. श्यामा से बोला, जाकर कूड़ा फेंकने वाला टोकरी उठा लाओ. कूड़ा फेंकने वाला എന്ന് പറഞ്ഞാൽ കൂടാ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ലേ. വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മാജിക്കോ മത് ദിഖാന, അമ്മയെ കാണിക്കാതെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ശ്യാമ, वो तो बीच से फटी हुई है, उसमें से धूप न जाएगी. അത് പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ എങ്ങനെ അതിൽ നിന്ന് വെയിൽ വരത്തില്ല അകത്ത്. केशव ने झुंझलाकर कहा, तू टोकरी तो ला, मैं उसका सुराख बंद करने की कोई हिकमत निकालूंगा. झुंझलाकर അതായത് ദേഷ്യം വന്ന പോലെ അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ വന്ന പോലെ ഇങ്ങനെ പറഞ്ഞു. തു ടോക്കറി തോല, നീ ഒന്ന് കൊണ്ടുവാ, ബാസ്ക്കറ്റ് കൊണ്ടുവാ. ഞാൻ ആ സുറാഖ് എന്ന് പറഞ്ഞാൽ ഒട്ട, ഛേദ് അല്ലേ, അത് അടയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയ ഞാൻ ഐഡിയ ചെയ്ത് എടുത്തോളാം. ഹിക്മത്ത് നിക്കാലുങ്ക, എന്തെങ്കിലുമൊക്കെ ഐഡിയ ഞാൻ എടുത്തോളാം, ചെയ്ത് അത് ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. श्यामा दौड़कर टोकरी उठा लाई. केशव ने उसके सुराख में थोड़ा सा कागज ठूस दिया और तब टोकरी को एक टहनी से टिकाकर बोला, देख, ऐसे ही घोंसले पर उसकी आड़ कर दूंगा, तब कैसे धूप जाएगी. श्यामा ने दिल में सोचा, भैया कितने चालाक हैं. श्यामा दौड़कर അതായത് ഓടിപ്പോയിട്ട് ശ്യാമ എന്ത് കൊണ്ടുവന്നു, ടോക്കറി അല്ലേ, ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് കേശവ് എന്ത് ചെയ്തു, ആ ഹോളിൽ പേപ്പർ കൊണ്ട് നിറച്ചു. അങ്ങനെ ആ ഹോള് അടച്ചു. ठूस दिया അതായത് കുത്തിക്കയറ്റി. എന്നിട്ട് തബ് ടോക്കറിക്കോ എക് ടഹനി സെ ടിക്കാക്കർ പോല, ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ സ്ലാൻറ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വെച്ചെങ്കിൽ എങ്ങനെ വെയിൽ കയറും അകത്ത് അല്ലേ. തബ് कैसे धूप जाएगी. ശ്യാമാനെ ദിൽ മേ സോച്ച, ശ്യാമ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എത്ര മിടുക്കനാ എൻ്റെ ചേട്ടൻ അല്ലേ, ഭയ്യ കിത്നെ ചാലാഖ് ഹേ, ചതുർ ഹേ അല്ലേ. ഗർമി കെ ദിൻ थे. അടുത്ത ഒരു സിറ്റുവേഷനാണിത്. गर्मी के दिन थे, बाबूजी दफ्तर गए हुए थे. अम्मा दोनों बच्चों को कमरे में सुलाकर खुद सो गई थी, लेकिन बच्चों की आंखों में आज नींद कहाँ. अम्मा जी को बहलाने के लिए दोनों दम रोके, आंखें बंद किए, मौके का इंतज़ार कर रहे थे. ചൂട് സമയം, അതായത് സമ്മർ ആയിരുന്നു അല്ലേ ആ സമയത്ത് അച്ഛൻ ഓഫീസിൽ പോയി. അമ്മയാണെങ്കിൽ ഉച്ചയായപ്പോൾ കുട്ടികൾ രണ്ടുപേരോടും ഉറങ്ങി കിടക്കാനായിട്ട് പറഞ്ഞു. അതായത് അമ്മ ദോനും ബൊച്ചും കമറേമേ സുലാക്കർ, മുറിയിൽ ഉറങ്ങാൻ പറഞ്ഞിട്ട് അമ്മയും ഉറങ്ങി അല്ലേ. കുട്ടികളാണെങ്കിലോ എന്താ ചെയ്യുന്നത്, അവർക്ക് ഉറക്കം വരുന്നുണ്ടോ, അവരുടെ മനസ്സിൽ ഇത് തന്നെ, ഇനി എന്താ ചെയ്യണ്ടേ അല്ലേ. ആ പക്ഷികളെ പറ്റി തന്നെ അവരുടെ ചിന്ത, ആ നെസ്റ്റ് ശരിയാക്കി തരണം എന്ന ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അമ്മ ജിക്കോ ബഹലാനെ കേലിയെ ദോനും ദം റോക്കി, അതായത് അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് രണ്ടുപേരും എന്താ ചെയ്തത്, ഉറങ്ങിയ പോലെ ചെയ്തു അല്ലേ. കണ്ണൊക്കെ ഇങ്ങനെ നല്ലോണം അടച്ചിങ്ങനെ കിടക്കുന്നത് പോലെയൊക്കെ ആക്ടിങ് ചെയ്തു രണ്ടുപേരും. दोनों अम्मा ഉറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരും എന്താ ചെയ്ത്, अच्छी तरह से सो गई. दोनों चुपके से उठे, बहुत धीरे से दरवाजे की सिटकनी खोलकर बाहर निकल आया. അങ്ങനെ പതുക്കെ രണ്ടുപേരും കൂടെ എണീറ്റ്, അമ്മ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടുപേരും ഇറങ്ങി വന്ന് സിടക്നി കുറ്റിയൊക്കെ എടുത്ത് പതുക്കെ പുറത്തിറങ്ങി വന്നു. എന്നിട്ട് എന്താ ചെയ്തേ, അണ്ടോക്കി ഹിഫാസത്ത് കി തയ്യാറിയാം ഹോനെ ലഗി, അതായത് മുട്ടയ്ക്കൊന്നും ആവരുതല്ലേ, അതിൻ്റെ ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ അതിന് സുരക്ഷിതമായിട്ട് വെക്കാനുള്ള പരിപാടികൾ തുടങ്ങി രണ്ടുപേരും. അണ്ടയ്ക്ക് ഹിഫാസത്ത് കി തയ്യാറിയാം, ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവാതെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒന്നും ആവാതെ സുരക്ഷ നൽകാനായിട്ട്. कि तैयारियां होने लगी. केशव कमरे से एक स्टूल उठा लाया, लेकिन जब उससे काम न चला तो नहाने की चौकी लाकर स्टूल के नीचे रखी और डरते डरते स्टूल पर चढ़ा. അങ്ങനെ സ്റ്റൂൾ കൊണ്ടുവന്നു കേശവ്. സ്റ്റൂൾ ആണെങ്കിലോ അതിൽ കൈയെത്തുന്നില്ല. അപ്പോൾ എന്താ ചെയ്തത്, സ്റ്റൂളിൻ്റെ താഴെ
ഞങ്ങൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റൂളുണ്ട്, ആ സ്റ്റൂളും കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ മേലെ സ്റ്റൂള് വെച്ച് വലിയ സ്റ്റൂള് വെച്ചിട്ട് പതുക്കെ പേടിച്ചിട്ടാണെങ്കിലും ഡർത്തെ സ്റ്റൂൾ पर चढ़ा, അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും സ്റ്റൂളിൽ കയറി. എന്നിട്ട് എന്തായേ, ശ്യാമ दोनों हाथों से स्टूल पकड़े हुई थी. ശ്യാമ സ്റ്റൂൾ ഇങ്ങനെ പിടിച്ചു നിന്നു. സ്റ്റൂൾ चारों टांगे बराबर न होने के कारण जिस तरफ ज़्यादा दबाव पाता था जरा सा हिल जाता था. അങ്ങനെ എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ബലം പിടിക്കുമ്പോൾ മറ്റേ സൈഡാവും അങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു ആ സ്റ്റൂള്. എന്നാലും പേടിച്ചിട്ടാണെങ്കിൽ തന്നെ കേശവ് അതിൻ്റെ മേലെ കയറിയിട്ട് മുട്ടയ്ക്ക്, അതായത് നെസ്റ്റിനൊന്നും ആവാത്ത രീതിയിൽ അതിന് സുരക്ഷ നൽകാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. कारण जिस तरफ ज़्यादा दबाव पाता था ज़रा सा हिल जाता था. उस वक्त केशव को कितनी तकलीफ उठानी पड़ती थी ये उसी का दिल जानता था. അങ്ങനെ ആ സമയത്ത് കേശവ് പേടിച്ചിട്ട്, അപ്പോൾ കേശവിന് മാത്രമേ അറിയൂ എത്ര അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ആ സമയത്ത്. തക്ലീഫ്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. दोनों हाथों से कार्निस पकड़ लेता और श्यामा को दबी आवाज़ से डांटता. अच्छी तरह पकड़. അപ്പോൾ പതുക്കെ പറയുമായിരുന്നു, അതായത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കാർണീസിൽ ഇങ്ങനെ പിടിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ശ്യാമയോട് പതുക്കെ വലിയ ചെറിയ സൗണ്ടിൽ ഇങ്ങനെ പറയുമായിരുന്നു, പതുക്കെ പറയുമായിരുന്നു, അച്ഛി തരപ്പക്കട, ശരിയായിട്ട് പിടിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. വർണ ഉത്തർ കർ ബഹുത് മാറൂംഗ. മഗർ ബേചാരി ശ്യാമ കാ ദിൽ തോ ऊपर कार्निस पर था. बार बार उसका ध्यान उधर चला जाता और हाथ ढीले पड़ जाते. പാവം അല്ലേ. ആ സമയത്ത് അവൻ പറഞ്ഞു, നീ മിണ്ടാതെ മര്യാദക്ക് പിടിച്ചോണം, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് അടിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞു അല്ലേ. അപ്പോൾ മഗർ ബിച്ചാരി ശ്യാമയുടെ മനസ്സിൽ എന്തായിരുന്നു, കാർണിസിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ നെസ്റ്റ് കാണാൻ, അതൊക്കെയായിരുന്നു മനസ്സിൽ. അപ്പോൾ ധ്യാൻ ഉധർ ചലാ ജാത്ത, ശ്രദ്ധ എവിടെ പോവും, അതിനെപ്പറ്റി തന്നെ കാർണിസിൽ എന്തായിരിക്കും നോക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലായിരിക്കും. ആ സമയത്ത് കൈ ഇങ്ങനെ ലൂസായി പിടിച്ചിട്ട് അത് സ്റ്റൂള് അനങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ കേശവ് വഴക്ക് പറയും. കേശവനെ ജോ ഹി കാർണിസ് पर हाथ रखा दोनों चिड़िया उड़ गई. ജോ ഹി എന്ന് പറഞ്ഞാൽ വെച്ചപ്പാടെ, കൈ ഇങ്ങനെ വെച്ചപ്പാടെ, കേശവ് കൈ കാർണിസിൽ വെച്ചപ്പാടെ പക്ഷികൾ രണ്ടുപേരും ഇങ്ങനെ വേഗം ഇങ്ങനെ പറന്നുയർന്നു. കേശവനെ ദേഖാ കാർണിസ് पर थोड़े तिनके बिछे हुए. തിൻകെ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അല്ലേ, ചെറിയ ചെറിയ ഗ്രാസിൻ്റെ പീസസും അങ്ങനെ ചെറിയ തിൻക बिछे हुए हैं और उन पर 3 अंडे पड़े हैं. അങ്ങനെ 3 മുട്ടകളും ഉണ്ട്. जैसे घोंसले उसने पेड़ों पर देखे थे वैसा कोई घोंसला नहीं है. മരത്തിൽ കണ്ട പോലത്തെ ഇതൊന്നും घोंसले ഒന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത്. ശ്യാമാനെ നീച്ചെ സെ പൂച്ച കെ ബच्चे हैं भैया, കൈ बच्चे हैं भैया, കുറേ കുട്ടികളുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. കേശവ് 3 अंडे हैं अभी बच्चे नहीं निकले. 3 മുട്ടയുണ്ട്, കുട്ടികൾ ഇപ്പോഴും വന്നിട്ടില്ല പുറത്ത്. ശ്യാമ ജറ ഹമേ ദിഖാ ദോ ഭയ്യ കിത്നെ ബഡേ ഹൈ, എത്ര വലുതുണ്ട്, എനിക്കും കാണണം, ഒന്ന് എനിക്കും കാണിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞു. കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കേശവ് ദിഖാ ദൂങ്ക, പഹലെ ജറ ചിത്തഡേ ലേയാ നീച്ചെ ബിഛാ ദൂ, ബേചാരെ അണ്ടേ തിൻകോ പർ പടേ ഹൈ. പാവം കുട്ടികൾ. ചിത്തഡേ തോലയാ, കുറച്ച് തുണികളുടെ കഷ്ണങ്ങൾ, അതായത് കുറച്ച് ചിത്തഡേ ഫട്ടേ ഹുവേ, എന്തെങ്കിലും കീറിയ ഇത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ആ പാവം മുട്ട ഇങ്ങനെ താഴെ കിടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കേശവനെ ജുക്കർ ശ്യാമ ദോഡ്കർ അപ്നി പുരാനി ധോത്തി ഫാഡ്കർ എക് ടുക്ഡാ ലായി. അങ്ങനെ വേഗം ഓടിപ്പോയിട്ട് തുണികളുടെ ഇങ്ങനെ കീറിയ തുണികളുടെ കഷ്ണങ്ങൾ കൊണ്ടുവന്നു. കേശവനെ ജുക്കർ കപ്പട ലേ ലിയ, ഉസ്കി കൈ തഹ കർക്കെ ഉസ്നെ ഏക് ഗദ്ദി ബനായി. അങ്ങനെ ധോത്തി ഫാഡ്കർ അല്ലേ, അത് ധോത്തി ഇങ്ങനെ കീറിയിട്ടാണ് ഒരു കഷ്ണം കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു കേശവ്, ഗദ്ദി ബനായ, അതായത് ഒരു ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഗദ്ദി പോലെ ചെയ്തിട്ട് और उसे तिनकों पर बिछाकर तीनों अंडे धीरे से उस पर रख दिया. അങ്ങനെ ഈ തുണി ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇതാക്കിയിട്ട് അതിൻ്റെ മേലെ തിൻകെ വെച്ചിട്ട് അണ്ട അതിൻ്റെ മേലെ വെച്ചു, എഗ്ഗ് അതിൻ്റെ മേലെ പതുക്കെ വെച്ചു. ശ്യാമാനെ ഫിർ കഹ ഹംകോ ഭി ദിഖാ ദോ ഭയ്യ, എന്നെ ഒന്ന് കാണിക്കോ എന്ന് ചോദിച്ചു. കേശവ് ദിഖാ ദൂങ്ക, പെഹലെ ജറാ വ ടോക്കറി തോ ദേ ദേ ഊപ്പർ ഛായ കർ ദൂ. ആദ്യം ആ മറ്റേ ബാസ്ക്കറ്റെങ്കിലും താ, ആദ്യം ഞാൻ ഇത് ചെയ്യട്ടെ, മേൽക്കൂര പണി, അതിൻ്റെ ഛായ കർദു, അതായത് അതിന് തണൽ കൊടുത്തോട്ടെ. ശ്യാമാനെ ടോക്കറി നീച്ചെ സെ थमा दी और बोली अब तुम उतर आओ मैं भी तो देखूं. ഇനി മതി, ഇനി ചേട്ടൻ ഇറങ്ങി വാ,
ഞാൻ നോക്കട്ടെ ഇനി. केशव ने टोकरी को एक टहनी से टिकाकर कहा, जा दाना और पानी की प्याली ले आ, मैं उतर आऊँ तो तुझे दिखा दूंगा. വേഗം പോയിട്ട് ആദ്യം പറഞ്ഞു അതിൽ ഇങ്ങനെ ബാസ്ക്കറ്റ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ടഹനിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് പറഞ്ഞു, ഇനി പോയിട്ട് ഒരു പ്യാലി, അതായത് എടുത്ത് വെച്ചിരിക്കുന്ന അരിയും പിന്നെ വെള്ളവും എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാ, ഞങ്ങൾക്ക് വെക്കേണ്ടത്. പിന്നെ വന്നതിന് ശേഷം നിനക്ക് കാണിക്കാം, താഴെ വന്നതിന് ശേഷം പിന്നെ നിന്നെയും കാണിക്കാം, ഇത് കാണിക്കാം എന്ന് പറഞ്ഞു. श्यामा प्याली और चावल भी लाई. केशव ने टोकरी के नीचे दोनों चीज़ें रख दी और आहिस्ता से उतर आया. അങ്ങനെ രണ്ട് സാധനം, അതായത് കിണ്ണത്തിലുള്ള വെള്ളവും ഒരു കിണ്ണത്തിൽ അരിയും കൊണ്ടുവന്നു. എന്നിട്ട് അത് പതുക്കെ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, നെസ്റ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പതുക്കെ എന്താ ചെയ്തത്, ആഹിസ്താസെ ഉത്തര, ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ ഇറങ്ങി വന്നു. ശ്യാമാനെ ഗിഡ്ഗിഡാക്കർ കാ, അബ് ഹംകോ ബി ചടാ ദോ ഭയ്യ, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു അല്ലേ. ഗിഡ്ഗിഡാക്കർ എന്താ പറഞ്ഞത്, റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ പറഞ്ഞു, എന്നെയും ഒന്ന് കേട്ടുവോ എന്ന് പറഞ്ഞു. കേശവ് തു ഗിർപ്പടേക്ക്, നീ വീഴോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമ പറഞ്ഞു, ന ഗിറുങ്കി ഭയ്യ തും നീച്ചെ സെ പക്കടേ രേന, ഞാൻ വീഴത്തില്ല, ചേട്ടൻ പിടിച്ചു നിന്നാൽ മതി. കേശവ് ന ഭയ്യ കहीं തു ഗിർ ഗിറാ പടി തും അമ്മാജി മേരി ചട്നി ഹി कर डालेंगी, कहेंगे कि तूने चढ़ाया था, क्या करेगी देखकर, अब अंडे बड़े आराम से हैं, जब बच्चे निकलेंगे तो उनको पालेंगे. ഏട്ടൻ പറഞ്ഞു, വേണ്ട, നീങ്ങാനും വീണാലില്ലേ, പിന്നെ അമ്മ എന്നെ ബാക്കി വിടത്തില്ല, അമ്മ ചട്നി ആക്കും എൻ്റെ. അപ്പോൾ പറഞ്ഞു, കഹെങ്കെ തുനെ ഹി ചടായാത്ത, ഞാൻ തന്നെയല്ലേ കയറ്റിയതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. എന്താ അതിന് അണ്ട, അതായത് എഗ്ഗിനൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് നല്ലോണം ഉണ്ട്, ഇപ്പോൾ നല്ലോണം സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. ജബ് ബच्चे निकलेंगे तो उनको पालेंगे, ഇനി കുട്ടികൾ പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അതിനെ വളർത്താം എന്ന് ചേട്ടൻ പറഞ്ഞു, കേശവ് പറഞ്ഞു. दोनों चिड़ियाँ बार बार गार्निस पर आती थी और बगैर बैठे ही उड़ जाती थी. അപ്പോൾ ഇവരെ കണ്ടിട്ട് പക്ഷികൾ പറന്നു വരും, പക്ഷെ അവിടെ ഇരിക്കാതെ അവർ തിരിച്ചു പോകുമായിരുന്നു. केशव ने सोचा, हम लोगों के डर से नहीं बैठती. स्टूल उठाकर कमरे में रखाया, चौकी जहाँ की थी वहाँ रख दी. അങ്ങനെ കേശവന് തോന്നി, എന്താ തോന്നിയത്, അവർ ഇരിക്കാത്തത് ഞങ്ങളെ കണ്ടിട്ടായിരിക്കും, ഞങ്ങളെ പേടിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റൂൾ ഉഠാക്കർ കമരമേ റക്കായ, അങ്ങനെ സ്റ്റൂളെല്ലാം എടുത്തിട്ട് അവിടെ വെച്ചു. പിന്നെ ചോക്കി എവിടെയാണ് ഉണ്ടായിരുന്നത് അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു, കാരണം അമ്മയ്ക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് വെച്ചു. എന്നിട്ട് श्यामा ने आंखों में आंसू भरकर कहा, तुमने मुझे नहीं दिखाया, मैं अम्मा जी से कह दूंगी. केशव, अम्मा जी से कहेगी तो बहुत मारूंगा, कह देता हूँ. श्यामा, तो तुमने मुझे दिखाया क्यों नहीं. केशव, और गिर पड़ती तो 4 सर न हो जाते. श्यामा, हो जाते, देख लेना, मैं कह दूंगी. इतने में कोठरी का दरवाज़ा खुला और माँ ने धूप में आंखों को बचाते हुए कहा, तुम दोनों बाहर कब निकल आए. मैंने कहा ना था कि दोपहर को न निकलना, किसने किवाड़ खोला. ഇതൊക്കെ അവരുടെ സംഭാഷണമായിരുന്നു. അതായത് ശ്യാമാനെ ആങ്കോമെ ആസു ഭർക്കർ, അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറഞ്ഞു, എനിക്കെന്താ കാണിച്ചു തരാത്തത്, ഞാനിനി അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കേശവ് പറഞ്ഞു, അമ്മയോട് പറഞ്ഞാൽ ഞാൻ നിന്നെ നല്ലോണം ഇനിയും അടിക്കുമെന്ന് പറഞ്ഞു. ശ്യാമ, तो तुमने मुझे दिखाया क्यों नहीं, നിന്നെ എന്താ കാണിക്കാത്തത്. फिर गिर पड़ती तो 4 सर न हो जाते, തല പൊട്ടത്തില്ലായിരുന്നോ വീണായിരുന്നെങ്കിൽ. हो जाते देख लेना, मैं कह दूंगी, അങ്ങനെയാണെങ്കിൽ ആയിരുന്നെങ്കിൽ ആവുമായിരുന്നു, പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു ശ്യാമ. ഇത്തനെ മേ കോട്ടറി കാ ദർവാസ ഖുല, ആ സമയത്ത് പതുക്കെ കതക് തുറന്നു. ആരാ, അമ്മയായിരുന്നു അതല്ലേ. അമ്മ ഇങ്ങനെ വെയിൽ കണ്ണിക്കൊള്ളുന്നതുകൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളോട് ആരാ പുറത്ത് വരാൻ പറഞ്ഞത്, ഉച്ച സമയത്ത് പുറത്ത് വന്നിടാന്ന് അറിയത്തില്ലേ, കഹാനത്താക്കി ദോപ്പർ കൊന്ന നിക്കൽന, കിസ്നി കിവാട് കോല, ആരാ കതക് തുറന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ പുറത്തോട്ട് വന്ന് വഴക്ക് പറഞ്ഞു. किवाड़ केशव ने खोला था, लेकिन श्यामा ने माँ से यह बात नहीं कही. उसे डर लगा कि भैया पिट जाएंगे. केशव दिल में कांप रहा था कि कहीं श्यामा कह न दे, अंडे न दिखाए थे, इससे अब उसको श्यामा पर विश्वास न था. श्यामा सिर्फ मोहब्बत के मारे चुप थी, या इस कसूर में हिस्सेदार होने की वजह से इसका फैसला नहीं किया जा सकता था. शायद दोनों ही बातें थी. അങ്ങനെ കിവാഡ്, അതായത് കഥക് കേശവാണ് തുറന്നെങ്കിലും ശ്യാമ അമ്മയോട് പറയും. ലേക്കിൻ ശ്യാമാനെ മാസെ യ ബാത് നെയ്, അമ്മയോട് പറഞ്ഞിട്ടില്ല. അവൾക്ക് പേടിയുണ്ടായിരുന്നു, ചേട്ടനെ അമ്മ അടിക്കുമോയെന്നൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ പറഞ്ഞില്ല. പക്ഷെ കേശവൻ്റെ മനസ്സിലോ അത് പേടിയുണ്ടായിരുന്നു, കാരണം ശ്യാമ പറയോ, അവളെ നെസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു, അണ്ട
കാണിച്ചിട്ടില്ലായിരുന്നു. ഇസ്സെ അബ് ഉസ്കോ ശ്യാമ पर विश्वास न था, അതുകൊണ്ട് വിശ്വാസവും ഇല്ലായിരുന്നു. ശ്യാമ പറയുമോന്നൊരു പേടി ഉണ്ടായിരുന്നു. श्यामा सिर्फ मोहब्बत के मारे चुप थी. इस कसूर में हिस्सेदार होने की वजह से इसका फैसला नहीं किया जा सकता. शायद दोनों ही बातें थी. അവൾക്ക് ഇഷ്ടം കൊണ്ടാണോ, ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണോ, അതോ ഇതിൽ അവളും കൂടെ നിന്നിട്ടുണ്ട് എന്ന കാരണം കൊണ്ടാണോ എന്നറിയില്ല. അവൾ മിണ്ടാതെ ഇരുന്നു. माँ ने दोनों को डांट डपट कर फिर कमरे में बंद कर दिया और अब धीरे धीरे उन्हें पंखा झलने लगी. अभी सिर्फ 2 बजे थे. बाहर तेज लू चल रही थी. अब दोनों बच्चों को नींद आ गई थी. അങ്ങനെ രണ്ടുപേർക്കും നല്ല ഉറക്കം വന്ന സമയമായിരുന്നു അല്ലേ, ഉച്ച സമയമായിരുന്നു. അങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞ് രണ്ടുപേരെയും ഉറക്കി. അങ്ങനെ ഉച്ച സമയത്ത് 2 മണിയായി. ആ സമയത്ത് ബാഹർ തേസ് ലൂ ചൽ റഹി തി. ലൂ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള കാറ്റ്, സമ്മർ ടൈമിൽ അടിക്കുന്ന കാറ്റാണ് ലൂ. लू चल रही थी खुली और किवाड़ खुले हुए थे. वह दौड़ी हुई कार्निस के पास आई और ऊपर की तरफ ताकने लगी. ഓടി വന്നു. 4 മണിയായപ്പോഴേക്കും ശ്യാമ പെട്ടെന്ന് എണീറ്റു. ആ സമയത്ത് പുറത്ത് വന്ന് നോക്കി. കാർണിസിൻ്റെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ ടോക്രി കാ പത്താനത്ത, അവിടെ ബാസ്ക്കറ്റ് കാണുന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താ പറ്റിയത്, അവിടെ മുട്ട ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് കണ്ടു. ഉൾട്ടേ പാവ് ദോടത്തി ഹുയി. ഉൾട്ടേ പാവ് എന്ന് പറഞ്ഞാൽ देखते ही दौड़ पड़ना, അതായത് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു ഓടുക. ഉടനെ തന്നെ അവൾ ഓടി. ആരോടുത്താ പോയത്, ചേട്ടടുത്ത് പോയിട്ട് ഒച്ചത്തിൽ പറഞ്ഞു, ഭയ്യ അണ്ടേ തോ നീച്ചെ പടേ ഹേ ബച്ചെ ഉട് ഗയേ. മുട്ട ഇങ്ങനെ പൊട്ടി താഴെ വീണിട്ടുണ്ട്, കുട്ടികളെല്ലാം പറന്നും പോയല്ലോ. കേശവ് घबराकर उठा और दौड़ा हुआ बाहर आया तो क्या देखा, दिखता है कि तीनों अंडे नीचे टूटे पड़े हैं और उनसे कोई चूने की सी चीज़ बाहर निकल आई है. पानी की प्याली भी एक तरफ टूटी पड़ी है. അങ്ങനെ കേശവ് ഇങ്ങനെ പേടിച്ച് പെട്ടെന്ന് ഓടി ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ എന്താ കണ്ടത്, 3 മുട്ടയും ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട്. മാത്രമല്ല അതിങ്ങനെ മഞ്ഞ, അതിൻ്റെ കരു എല്ലാം ഇങ്ങനെ പുറത്ത് വന്ന് കിടക്കുന്നുണ്ട്. പാനിക്ക് പ്യാലി ബി എക് തരഫ് ടൂട്ടിപ്പടി. അങ്ങനെ വെള്ളം നിറച്ച് വെച്ചിരുന്ന ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ആ ഒരു കിണ്ണം ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. उसके चेहरे का रंग उड़ गया. सहमी हुई आंखों से ज़मीन की तरफ देखने लगा. श्यामा ने पूछा बच्चे कहाँ उड़ गए भैया. केशव ने करुण स्वर में कहा, अंडे तो फूट गए. श्यामा, और बच्चे कहाँ गए. केशव, तेरे सर में दिखती नहीं है, अंडों में से उजला उजला पानी निकल आया है. वही तो 2-4 दिनों में बच्चे बन जाते. അങ്ങനെ പുറത്ത് വന്നപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എന്തു പറ്റി ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുട്ടികൾ ബച്ചെ കഹാ ഉടുകയെ ഭയ്യ, കുട്ടികൾ പറന്ന് എവിടെ പോയി എന്ന് ചോദിച്ചു. കേശവ് പറഞ്ഞു, അണ്ടേ തോ ഫൂഡ് ഗയേ, ഇനി മുട്ട പൊട്ടി എന്ന് പറഞ്ഞു. और बच्चे कहाँ गए, കുട്ടികൾ എവിടെ പോയി. തേരെ സർ മേ, ദേഷ്യം കൊണ്ട് കേശവ് പറഞ്ഞു പോയി. അപ്പോൾ പറഞ്ഞു, ഉജ്ല ഉജ്ല പാനി നിക്കലായാ ഹെ, ഇത് 2-3 ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കുട്ടികളായേനെ എന്ന് പറഞ്ഞു. മാനെ സോട്ടി ഹാത്ത് മേ ലിയേ ഹുവേ പൂച്ചാ, തും ദോനോ വഹാ ധൂപ് മേ ക്യാ കർ രഹേ ഹോ. സോട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡണ്ട അല്ലെ, ഒരു ചെറിയ വടി എടുത്തിട്ട് അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ വെയിലത്ത് എന്താ ചെയ്യുന്നത്. श्यामा ने कहा, अम्मा जी चिड़िया के अंडे टूटे पड़े हैं. माँ ने आकर टूटे हुए अंडों को देखा और गुस्से से बोली, तुम लोगों ने अंडों को छुआ होगा. അമ്മ ഇത് കണ്ടപ്പോഴേക്കും അമ്മയോട് പറഞ്ഞു, ശ്യാമ പറഞ്ഞു, എല്ലാ മുട്ടയൊക്കെ പൊട്ടിയല്ലോ എന്ന്. അപ്പോൾ അമ്മ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആ മുട്ട കൈ കൊണ്ട് തൊട്ടായിരുന്നോ എന്ന് ചോദിച്ചു. छुआ होगा എന്ന് ചോദിച്ചു. अब तो श्यामा को भैया पर ज़रा भी तरस न आया. उसी ने शायद अंडों को इस तरह रख दिया कि वह नीचे गिर पड़े. അങ്ങനെ തോന്നി ശ്യാമയ്ക്ക്. ഇനി എന്തായാലും ഇത് ചേട്ടൻ്റെ തന്നെ കുറ്റമാണ്, കാരണം ചേട്ടൻ വെച്ചത് അത് ശരിയായിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ആ നെസ്റ്റ് വന്ന് താഴെ വീണത് എന്ന് ശ്യാമ മനസ്സിൽ വിചാരിച്ചു. ഇസ്കി ഉസേ സസ മിൽനി ചാഹിയെ, ചേട്ടൻ അതിനുള്ള ശിക്ഷ കിട്ടണം. ബോലി, ഇനോനെ അണ്ടോ കോ ഛേടാ താ അമ്മ ജി, ചേട്ടനാണ് ഈ മുട്ട കൈ കൊണ്ട് തൊട്ടത് എന്ന് പറഞ്ഞു. മാനെ കേശവ് से पूछा, क्यों रे. केशव भीगी बिल्ली बना खड़ा रहा. माँ, तू वहाँ पहुँचा कैसे. അങ്ങനെ അമ്മ കേശവനോട് ചോദിച്ചു, എന്താടാ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു അല്ലേ. ഭീഗി ബില്ലി ബന ഖടാ ഥ. ഭീഗി ബില്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഡറാ ഹുവ, പേടിച്ച് അമ്മ അടിക്കുകയോ വഴക്കോ പറയുമോ എന്നൊരു പേടി. അതായത് ഭീഗി ബില്ലി എന്ന് പറഞ്ഞാൽ ഘബ്രാ ജാന, പേടിച്ചിങ്ങനെ ഇരിക്കുക, ഡറാ ഹുവ. അമ്മ പറഞ്ഞു, തു വഹാ പहुँचा कैसे, നീ അവിടെ എങ്ങനെ എത്തി, അവിടം വരെ എങ്ങനെ നിൻ്റെ കൈ. ശ്യാമ, चौकी पर स्टूल रख चढ़े अम्मा जी. केशव, तू स्टूल थामे नहीं खड़ी थी. श्यामा,
തുമീനെ तो कहा था. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പറയാൻ തുടങ്ങി. ശ്യാമ പറഞ്ഞു അതായത് ആ ചെറിയ സ്റ്റൂളിൻ്റെ മേലെ വലിയ സ്റ്റൂൾ വെച്ചിട്ടാണ് ചേട്ടൻ കയറിയത്. അപ്പോൾ കേശവ് പറഞ്ഞു നീയും പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റൂള്? അപ്പോൾ ശ്യാമ പറഞ്ഞു തുമീനെ तो कहा था, ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. अम्मा പറഞ്ഞു तू इतना बड़ा हुआ, तुझे अभी इतना भी नहीं मालूम कि छूने से चिड़ियों के अंडे गंदे हो जाते हैं, चिड़िया फिर उन्हें नहीं सेती. അപ്പോൾ അമ്മ പറഞ്ഞു നിനക്കറിയില്ലായിരുന്നു, നീ ഇത്ര വലുതായില്ലേ, ചെടിയെ ഒരിക്കലും പക്ഷികൾ ഒരിക്കലും ഞങ്ങൾ കൈകൊണ്ട് തൊട്ട മുട്ട ഇനി അവർ അതിനെ നെഹി സേത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ അടയിരിക്കുക, ഇനി അതിനെ വിരിയാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. ശ്യാമാനെ ഡർത്തെ ഡർത്തെ പൂച്ച തൂക്കിയ ചിടിയാനെ അണ്ടേ ഗിരാദിയെ അമ്മാജി, അങ്ങനെയാണെങ്കിൽ പക്ഷികൾ തന്നെയാണോ ആ മുട്ടകൾ താഴെ ഇട്ടത്? और क्या करती, केशव के सिर इसका पाप पड़ेगा. ഹായ് ഹായ് തീൻ ജാനെ ലേലി ദുഷ്ടനെ. അയ്യോ അത് അവർ തന്നെ ആ പക്ഷികൾ തന്നെയാണ് അണ്ട താഴോട്ട് ഇട്ടത്. അത് കേശവിൻ്റെ തെറ്റാണ്, കേശവാണ് പാപം ചെയ്തത്. 3 മുട്ടകൾ 3 ജീവനാണ് അവൻ എടുത്തത്. केशव रोनी सूरत बनाकर बोला मैंने तो सिर्फ अंडों को गद्दी पर रख दिया था अम्मा जी. വിഷമത്തോടെ കേശവ് പറഞ്ഞു, റോനി സൂരത്ത് അതായത് വിഷമത്തോടെ കരച്ചിലോടെ അവൻ പറഞ്ഞു, ഞാൻ അതായത് മുട്ട സുരക്ഷിതമായിട്ട് വെക്കാനായിട്ടാണ് അതിനെ ഒരു തുണിയുടെ മേലെ വെച്ചത്. ഗദ്ദിപ്പർ റഖ്ദിയാത്ത ഒരു കുഷൻ്റെ മേലെ വെച്ച് അതിനെ സുരക്ഷിതമായിട്ട് വെക്കാനാണ് ഞാൻ ശ്രമിച്ചത്. മാക്കോ ഹസി ആ ഗയി മഗർ കേശവ് കോ കई दिनों तक अपनी गलती पर अफसोस होता रहा. അമ്മയ്ക്കാണെങ്കിൽ ചിരി വന്നു ഇത് കേട്ടപ്പോൾ, പക്ഷേ കേശവിനും അത് ഭയങ്കര വിഷമമായിരുന്നു. അഫ്സോസ് ഹോത്താ റഹ, അഫ്സോസ് എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുക, അഫ്സോസ് ഹോന. अंडों की हिफाजत करने के जोग में उसने उसका सत्यानाश कर डाला. जोग എന്ന് പറഞ്ഞാൽ കോശിഷ്, ജോഗ് മേ ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് വെക്കാനുള്ളത്, അല്ലെ സുരക്ഷ നോക്കാനായിട്ട് ചെയ്തതാണ്. ജോഗ് മേ അതായത് ആ കോശിഷിൻ്റെ ഇടയ്ക്ക് ആ ജോലിക്കിടയിലാണ് ഈ ഉൻകാ സത്യാനാശ് കർ ഡാല, അത് നശിപ്പിച്ചു. ഇസെ യാദ് കർ വ കബി കബി റോപ്പെടുത്താതെ, ഇതൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അവന് വിഷമം തോന്നുമായിരുന്നു. ദോനവും ചിടിയ വഹാ ഫിർ ന ദിഖായി ദിയ, അങ്ങനെ 2 പക്ഷികളും പിന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ കഥ പ്രേംചന്ദ് ജിയുടെ ആണ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.